എനിക്കിവിടെ ഒരു എല്ലുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാന ദിവസം ആൻറ്റി വന്നിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പ്രെയർ ചെയ്യും പോലെ തോന്നി. അപ്പോഴും തന്നെ അവിടുന്ന് ആ എല്ല് മാറിപ്പോയി. അതായത് താടിയെല്ലിൽ ഒരു എക്സ്ട്രാ എല്ല് വളർന്ന് വന്നിരുന്നു. ട്രിവാൻഡ്രം ഡെന്റൽ കോളേജിൽ വെച്ച് അത് സർജറി ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്തു. എന്നാൽ അതിന് മുന്നെയാണ്, സർജറിക്ക് മുന്നെയാണ് ഈ നോൺ സ്റ്റോപ്പ് പ്രേയറിന്റെ അവസാന ദിവസത്തെ ബ്ലെസ്സിങ് പ്രേയറിൽ പങ്കെടുക്കുന്നത്. ആ പ്രേയറിൽ തന്നെ ആ എല്ല് അപ്രത്യക്ഷമായി. ഒരു മിനിറ്റ്, സിസ്റ്റർ അന്വേഷണം സർജറി ചെയ്തായിരുന്നോ? ഡോക്ടറിന് സർജറി ചെയ്യാൻ പിന്നെ അവിടെ എല്ലില്ല. ഡോക്ടർ ആ എല്ലിനെ ഊരിയെടുക്കാനാണ് സർജറി വെച്ചത്. പക്ഷേ സ്വർഗം അത് ഓപ്പറേഷൻ ചെയ്തു. ആരാധനയിൽ ആ ഓപ്പറേഷൻ നടന്നു. ആ നോൺ സ്റ്റോപ്പ് പ്രെയർ തുടങ്ങുന്നതിന് മുമ്പ്, അതിൻ്റെ ഒരു 2 ദിവസത്തിന് മുമ്പ് എനിക്ക് നല്ല തലവേദനയായി കാണപ്പെട്ടു. അതിനു മുമ്പ് എൻ്റെ തലയുടെ ഈ വലത് ഭാഗത്ത് ഒരു കട്ടി ഇങ്ങനെ മുഴഞ്ഞു. ഞാൻ എൻ്റെ മക്കളെയൊക്കെ വിളിച്ച് കാണിച്ചു. ഇങ്ങനെ ഒരു 3-4 വർഷം കൊണ്ട് അത് ചെറുതായിട്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കുറേശ്ശെ വളരുവാൻ തുടങ്ങി. അപ്പോൾ നല്ല കടുത്ത തലവേദന അതിന് 2 ദിവസത്തിന് മുമ്പ്. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഓടി വന്ന്, തലവേദന കൊണ്ട് ഞാൻ നന്ദി ക്ഷീണിച്ചു പോയി. എനിക്ക് ഒട്ടും കഴിയാണ്ടിരുന്നു. സിസ്റ്റർ എനിക്ക് വേണ്ടി അന്ന് പ്രെയർ ചെയ്തു. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു, എൻ്റെ തലയിൽ ഒരു കട്ടി മുഴ പോലെ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ കൈവച്ച് അന്ന് എനിക്ക് പ്രെയർ ചെയ്തു. അന്ന് വേദനയെല്ലാം അന്ന് തന്നെ പൂർണ്ണമായി മാറി. എന്നാൽ ആ കട്ടി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാനും നോൺ സ്റ്റോപ്പ് പ്രെയറിൽ വെളുപ്പിന് 4 മണി മുതൽ 6:30 വരെ എനിക്കും ദൈവപാദത്തിൽ വന്ന് ദൈവത്തെ ടൈമിംഗ് നോക്കിക്കേ. സമയമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കാണിക്കുകയാണ്. വെളുപ്പാങ്കാലം രാവിലെ 4 മണി മുതൽ 6 മണി വരെ സിസ്റ്റർ ഏകദേശം ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് യാത്ര ചെയ്ത് വന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധനയിൽ പങ്കെടുത്തു. ഡെയിലി രാവിലെ 7 ദിവസം വന്ന് ആരാധനയിൽ പങ്കെടുത്തു. ആ 7 ദിവസത്തെ ആരാധനയും കഴിഞ്ഞിട്ട് ഞാൻ തലയിൽ കൈവച്ച് നോക്കിയപ്പോൾ ആ മുഴയില്ല. അത് എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. എത്ര കാലമായിട്ട് ആ മുഴ ഉണ്ടായിരുന്നു? ഒരു 3-4 വർഷം. 3-4 വർഷമായിട്ടുണ്ടായിരുന്ന മുഴ ഇപ്പൊ സൗഖ്യമായിട്ട് എത്ര ടൈമായി? ഫസ്റ്റ് നോൺ സ്റ്റോപ്പ് പ്രേയറിന്റെ 1 വർഷമാവും. 1 വർഷത്തിന് മുന്നേ ആദ്യത്തെ നോൺ സ്റ്റോപ്പ് പ്രേയർ എനിക്ക് 2025 ജൂലൈ അല്ലേ? ഏകദേശം 1 വർഷം ആവുന്നു. 1 വർഷത്തിന് മുന്നേ കർത്താവ് ആദ്യത്തെ നോൺ സ്റ്റോപ്പ് പ്രേയറിൽ ആ മുഴയെ കർത്താവ് എടുത്തു മാറ്റി സൗഖ്യമാക്കി. 1 വർഷമായിട്ടും ഇന്ന് ആ മുഴയില്ല. നോൺ സ്റ്റോപ്പ് ആരാധന ലാസ്റ്റ് ദിവസം തന്നെ എൻ്റെ കാലിൽ ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് തന്നെ ഇരുന്നത്. പിന്നെ ആരാധനയിൽ വെച്ച് തന്നെ അത് മാറുവാൻ ദൈവം കൃപ ചെയ്തു. ആരാധനയിൽ വെച്ച് അത് പോയി. സിസ്റ്റർ പറയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് വലിയ സീരിയസ് ആയിട്ട് തോന്നില്ല, പക്ഷെ അതൊരു വലിയ കാര്യമാണ്. ആരാധനയിൽ വെച്ച് അത് പോയി. ஏசப்பாவுக்கு ஸ்தோத்திரம். நான் ஸ்டாப் ப்ரேயர் நடந்துட்டு இருக்கும்போது எனக்கு இங்கே டியூமர் இருந்துச்சு. அப்போ நான் என்னுடைய கையை இதில் வச்சு சேனைகளின் கர்த்தர் பரிசுத்தர் 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 என்று நான் சொல்லிகிட்டு இருந்தேன். அப்படி சொல்லி முடிச்சுட்டு 2-3 நாள் கழிச்சு பார்த்தபோது அந்த டியூமர் அந்த இடத்துல இல்லை. அது சுத்தமாகவே மாற ஏசப்பா கிருபை செஞ்சாங்க. அதுக்காக ஏசப்பாவுக்கு நன்றி. നോൺ സ്റ്റോപ്പ് പ്രേയറിന്റെ 7-ാം ദിവസം അല്ലേ? നോക്കിക്കേ, നോൺ സ്റ്റോപ്പ് പ്രേയറിൽ എന്നും വന്ന് ഇവർ കുടുംബമായി. ഈ കുടുംബം വരുന്ന സമയം രാത്രിയാണ് അല്ലേ? രാത്രി എത്ര മണിക്കാണ് വരുന്നത്? 11 മണിക്ക്. 11 മണി മുതൽ 1 മണി വരെ രാത്രിയുള്ള സമയമാണ് പറയുന്നത്. വേറെ 9 മണി വരെ ജോലി ചെയ്യണം, സിസ്റ്ററിന് ജോലി ചെയ്യണം. എന്നാൽ ആ ജോലി എല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിക്ക് അവർ കുടുംബമായി വരുന്നു. കുടുംബമായി വന്ന് 12-1 മണി വരെ അവർ കുടുംബമായി ആ ആരാധനയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്തിട്ട് എനിക്ക് സമയമില്ല എന്ന് പറയുന്നതൊന്നും ഒരു ന്യായമല്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഇത് പങ്കെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നോക്കിക്കേ, രാവിലെ എത്ര മണിക്കാണ് അവർ ജോലിക്ക് പോകുന്നത്? 9 മണിക്ക് ജോലിക്ക് പോയി രാത്രി 9 മണി വരെയാ. 9 മണി വരെ ജോലി ചെയ്ത് എന്നിട്ട് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് സമയമില്ല എന്ന് പറയാം. പക്ഷേ ചിലരെ പോലെ സമയമില്ല എന്ന് ഇവർ പറഞ്ഞില്ല. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? മകളുടെ ജീവിതത്തിൽ ആ 7-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസം ആ ബ്ലെസ്സിങ് പ്രേയറിൽ പങ്കെടുക്കുമ്പോൾ ആ ചെവിയുടെ പിന്നിലുണ്ടായിരുന്ന ഒരു മുഴ, ട്യൂമർ, ആ പ്രാർത്ഥനയിൽ തന്നെ ഡിസപ്പിയർ ആയി, അപ്രത്യക്ഷമായി. ആ പ്രാർത്ഥന കഴിഞ്ഞ് ട്യൂമർ ഇല്ലാതെ മകൾ പുറത്തുപോയി. കർത്താവ് വളരെ മഹത്വകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ.